ദരിദ്രമായിരുന്ന ഗൾഫ് നാടുകളെ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചത് എണ്ണയുടെ കണ്ടെത്തലാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒരു കാലത്ത് എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. നേരാവണ്ണം കഴിക്കാൻ ആഹാരം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ എന്തുമാത്രം സമ്പന്നമാണ് എന്നും നമുക്കറിയാം. ഈ സമ്പന്നതയിലേക്ക് അവരെ എത്തിച്ചത് എണ്ണയുടെ കണ്ടെത്തലാണ്. നമ്മുടെ ഇന്ത്യക്ക് ഇല്ലാത്തതും അതുപോലെ സമ്പന്നമായ എണ്ണ നിക്ഷേപമാണ് ഇതുവരെ. പക്ഷെ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ തലവര മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. ആൻഡമാൻ കടൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ആൻഡമാൻ കടലിലാണ് പല ഗയാനകളുടെ അത്ര വലുപ്പമുള്ള എണ്ണ ശേഖരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വൻതോതിലുള്ള എണ്ണ നിക്ഷേപം ഇന്ത്യൻ ടെറിട്ടറിയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 2 ലക്ഷം കോടി ലിറ്റർ, അതായത് 22 ബില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഉൾക്കൊള്ളാൻ ഈ കണ്ടെത്തലിന് കഴിവുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഏതാണ്ട് $4 ട്രില്യൺ നിന്ന് $20 ട്രില്യൺ ഉയർത്താൻ കഴിയുന്ന അത്രയും വലിയൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയാണ്. ഇതിനു പുറമെ ഈ കണ്ടെത്തലിന് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയിൽ ശക്തമായ ഒരു സ്ഥാനത്ത് രാജ്യത്തെ എത്തിക്കാനും കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഗയാന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗയാന എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതൊരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. ഗയാനയിൽ സമാനമായ രീതിയിൽ ഒരു എണ്ണ നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി. ഈ ഗയാനയിൽ കണ്ടെത്തിയതിനേക്കാൾ പല മടങ്ങ് വലുപ്പമുള്ള എണ്ണ നിക്ഷേപമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ എനർജി സെക്ടർ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് ക്രൂഡ് ഓയിലിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ലോകം സങ്കല്പിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സോളാർ വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എനർജി രംഗത്ത് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ നൂറ്റാണ്ടിൽ പൂർണ്ണമായിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വേൾഡിലേക്ക് എത്താനായിട്ട് സമയമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഒരു രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എത്രയൊക്കെ മറ്റു വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചാലും ക്രൂഡ് ഓയിൽ നിലവിൽ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും മതിയാവില്ല. നമുക്ക് കൂടുതൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഇത് വേണ്ടി വരും. ഗയാനയുടെ കണ്ടെത്തലുമായിട്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണ്ടെത്തലിനെ താരതമ്യപ്പെടുത്തുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഗയാനയിൽ 11 ബില്യൺ ബാരലിന്റെ എണ്ണയാണ് കണ്ടെത്തിയത്. ഈ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഒരു രാജ്യത്തിന്റെ എക്കണോമി ഭയങ്കരമായിട്ട് മാറി. അതിന്റെ എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 2022 അതിന്റെ GDP 62% ആയിട്ടാണ് ഗ്രോത്ത് കാണിച്ചത്. എന്ന് വെച്ചാൽ 62% ഗ്രോത്ത് 2022 മാത്രം ആ രാജ്യത്തിനുണ്ടായി. സോ ഇത് എണ്ണയുടെ കണ്ടെത്തലിനെ തുടർന്നുണ്ടായ ഒരു മാറ്റമാണ്. ലോകത്തുള്ള വമ്പൻ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ ഒരു ഗയാനയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്ന് ഗയാനയുടെ തലവര മാറ്റിയ ഒരു കണ്ടെത്തലാണ് 2015-20 കാലഘട്ടത്തിൽ ഉണ്ടായത്. സമാനമായ ഒരു ജാക്ക്പോട്ട് ഇന്ത്യക്കും കിട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗയാനയിൽ ഉണ്ടായതിനേക്കാൾ പല മടങ്ങ് എണ്ണ നിക്ഷേപം ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു ദരിദ്ര രാജ്യമായിരുന്ന ഗയാന 2015 ശേഷമുണ്ടായ ഈ കണ്ടെത്തലിനെ തുടർന്ന് ഇന്ന് അതിവേഗത്തിൽ വളരുന്ന എക്കണോമികളിൽ ഒന്നാണ്. അത്തരമൊരു സാധ്യതയാണ് ഇന്ത്യക്കും തുറന്നു കിട്ടുന്നത്. ഈ ഒരു ഓയിൽ റിസർവിന്റെ കണ്ടെത്തലിലൂടെ ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിൽ നിന്ന് ഒരുപക്ഷെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് പോലും മാറാൻ കഴിയും വലിയ തോതിൽ. ഇപ്പോൾ 4.5 ബില്യൺ ബാരലിന്റെ ഒരു റിസർവ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഏകദേശം കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ ഇന്ത്യയെ ലോകത്തിലെ 15 ഏറ്റവും ഉയർന്ന എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ഉള്ളത് വെനസ്വേല, സൗദി അറേബ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ കാനഡ, ഇറാഖ്, റഷ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും 100 ബില്യന് മുകളിൽ ബാരൽസിന്റെ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അത്രത്തോളം വരില്ലെങ്കിലും ഒരു പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയുടെ ടോട്ടൽ എക്കണോമിയെ അതിവേഗത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൽ ഇതിനൊരു വലിയ പങ്ക് വഹിക്കാനും കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.